തുർക്കി നാറ്റോ സഖ്യ രാജ്യമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ തുർക്കി നാറ്റോ സഖ്യ രാജ്യമാണ്, അതിനെ നയിക്കുന്നത് അമേരിക്കയാണ്. ഇതേ തുർക്കി തന്നെ റഷ്യയുമായിട്ട് വലിയ സഹകരണത്തിലുമാണ്, ചങ്ങാത്തത്തിലുമാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും? കാര്യം അമേരിക്കയും റഷ്യ എന്ന് പറയുന്നത് ബദ്ധ ശത്രുക്കളാണ്. അപ്പോൾ തുർക്കി റഷ്യയുമായിട്ട് സഹകരിക്കുന്നു. ഇത് ട്രംപിന് സഹിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ ഈ കാര്യത്തിൽ എന്ത് വില കൊടുത്തും തുർക്കിയെ നാറ്റോ സഖ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. തുർക്കി പലവട്ടം ഉടക്കുണ്ടാക്കി ഈ നാറ്റോ സഖ്യത്തിൻ്റെ പൊതു ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തിക്താനുഭവങ്ങൾ തുർക്കി അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ പന്ത് നേരെ ട്രംപിൻ്റെ കോർട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. ട്രംപ് നല്ല കളിയും കളിച്ചു. ഏതാണ്ട് അക്കാര്യത്തിലൊരു തീരുമാനവുമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ തുർക്കിയുടെ കയ്യിൽ റഷ്യയുടെ S-400 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ട്. ഈ S-400 നമുക്ക് വളരെ പരിചിതമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയം സുനിശ്ചിതമാക്കിയ പ്രധാന സംഗതികളിലൊന്ന് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇപ്പോൾ തുർക്കിക്ക് റഷ്യ ഇത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന S-400നെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. കാരണം ഈ നിലവിൽ തുർക്കി അമേരിക്കയുടെ ഈ F-35 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനമുണ്ടല്ലോ, ആ യുദ്ധവിമാനങ്ങളുടെ ആ പ്രോജക്റ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പരിസരത്ത് തുർക്കിയെ അടുപ്പിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇത് പ്രകാരം തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ അമേരിക്ക കൊടുക്കും എന്നുള്ളതാണ് ധാരണ. അപ്പം നേരത്തെ തന്നെ അമേരിക്കയിൽ നിന്ന് F-35 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉടക്കി നിൽക്കുമ്പോൾ പോലും തുർക്കി ഏതാണ്ട് $1.5 ബില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്കയ്ക്ക് കൊടുത്തിരുന്നു. എന്നാൽ ആ പൈസ ഇതുവരെ തിരികെ വാങ്ങിയിട്ടില്ല. F-35 തുർക്കിക്ക് കൊടുക്കില്ല എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ ഒരു അനുനയത്തിൻ്റെ പാതയിൽ വന്നിട്ട് F-35 യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് കൊടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ, റഷ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമല്ല. ചിലപ്പോൾ റഷ്യക്ക് തന്നെ മടക്കി കൊടുക്കാനായിരിക്കും പരിപാടി. അങ്ങനെയാണെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. കാര്യം ഒരു നാറ്റോ സഖ്യ രാജ്യമായ തുർക്കി റഷ്യയ്ക്ക് ആയുധം കൊടുക്കുകയോ, അതും നാറ്റോ ഉക്രൈനുമായിട്ട് ചേർന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു നാറ്റോ രാജ്യമായ തുർക്കി റഷ്യയെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ തന്നെ ആയുധം തിരിച്ചു കൊടുത്താൽ പോലും ഒരു നാറ്റോ രാജ്യം റഷ്യക്ക് ആയുധം കൊടുത്തതുപോലെ ആകുമല്ലോ. അപ്പോൾ മറ്റൊരു സാധ്യത, ഇപ്പോൾ തുർക്കി പാകിസ്ഥാനുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ്. അപ്പോൾ S-400 ഏതായാലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ S-400 എങ്കിൽ പാകിസ്ഥാന് കൊടുത്തു കളയാം എന്ന് തീരുമാനിച്ചാൽ പണി കിട്ടുന്നത് ഇന്ത്യക്കായിരിക്കും. കാരണം S-400ൻ്റെ ബലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഏത് വെല്ലുവിളിയും നേരിടാനായിട്ട് നെഞ്ചും വിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ S-400 പാകിസ്ഥാന് കിട്ടിയാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൂടാതെ ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം, അത് ചില്ലറ കളിയൊന്നുമല്ല. നിലവിലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എല്ലാ സവിശേഷതകളുമുള്ള യുദ്ധവിമാനം, അതിനെന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അത് F-35 തന്നെയാണ്. അത് തുർക്കിക്ക് കിട്ടിയാൽ അതും ഇന്ത്യക്ക് ഭീഷണിയാണ്. കാരണം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ വന്ന പേരുകാരനാണ് തുർക്കി എന്നുള്ളത് അറിയാമല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കി അമ്മാതിരി പണിയാണ് പണിഞ്ഞത്. പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിന്ന് പാകിസ്ഥാന് വേണ്ട രഹസ്യ ആയുധങ്ങളൊക്കെ എത്തിച്ചു നൽകി. രഹസ്യമായി അവരുടെ ചരക്ക് വിമാനമൊക്കെ പാകിസ്ഥാനിൽ വന്ന് പലവട്ടം ഇറങ്ങി ഡ്രോണുകളടക്കം കൊടുത്തു. ആ ഡ്രോണുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമിച്ചത്. ഈ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ തുർക്കി നാറ്റോ സഖ്യ രാജ്യമാണെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് വലിയ അകൽച്ചയിലായിരുന്നു കാലങ്ങളായിട്ട്. അതിന് കൃത്യമായ കാരണവുമുണ്ട്. ഈ റജബ് തയ്യിബ് എർദോഗാൻ എന്ന് പറയുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ഈ ജനാധിപത്യ സംവിധാനങ്ങളെയൊക്കെ കശക്കി എറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ ഒരു ഏകാധിപതിയെ പോലെ ഭരിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവിടെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പോൾ ഈ റജബ് തയ്യിബ് എർദോഗാൻ അദ്ദേഹത്തെ അമേരിക്ക ഇടയ്ക്ക് കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തെ പൂർണ്ണമായി ഇപ്പോഴും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. കൂടാതെ അവിടെ 2016 ഒരു ഭരണ അട്ടിമറിക്ക് ശ്രമം നടന്നിരുന്നു. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആൾ ഫത്തഹുള്ള ഗുലാൻ എന്ന് പറയുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ രാഷ്ട്രീയ അഭയാർത്ഥിയാണ്. അപ്പോൾ ഈ 2016 നടന്ന അട്ടിമറിക്ക് ഇദ്ദേഹമാണ് പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അമേരിക്ക അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ തുർക്കിയും അമേരിക്കയും തമ്മിൽ തർക്കമുണ്ടായി.
അതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഈ സിറിയയിൽ അവിടുത്തെ ഭീകരവാദികളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക സൈനികമായി ഇടപെടുന്നുണ്ട്, നാറ്റോ സൈനികമായി ഇടപെടുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഭീകരവാദ സംഘടനയായ കുർദിഷ് സേനയെ തുർക്കിക്ക് വലിയ പ്രിയമാണ്. എന്നാൽ അമേരിക്ക അവരെ ഭീകരവാദിയായിട്ടാണ് കാണുന്നതെങ്കിൽ തുർക്കിക്ക് സിറിയയിലെ കുർദുകളെ വലിയ ഇഷ്ടമാണ്. അവരെ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. അപ്പോൾ അവിടെ തുർക്കിയുടെ ഈ നയത്തെ അമേരിക്ക തള്ളി, അല്ലെങ്കിൽ മറ്റ് നാറ്റോ രാജ്യങ്ങളൊക്കെ തള്ളി. ഈ ഒരു തക്കം നോക്കിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ റജബ് തയ്യബ് എർദോഗാനുമായിട്ടൊക്കെ വലിയ സൗഹൃദം സ്ഥാപിക്കുന്ന കാര്യം. തുർക്കി അമേരിക്കയുമായിട്ട് അകലുന്നു, നാറ്റോ സഖ്യരാജ്യ അംഗമാണെങ്കിൽ പോലും അവരുടെ നയപരിപാടികളിൽ നിന്ന് അകലുന്നു. അപ്പോൾ ഈ അമേരിക്കയുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞ സമയത്ത് 2015 മറ്റോ ഈ സിറിയ തുർക്കി അതിർത്തി മേഖലയിൽ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം നാറ്റോ രാജ്യ സുരക്ഷാ പരിപാടികളുടെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ 2015 ഈ പറയുന്ന പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം അവിടെ നിന്ന് പിൻവലിക്കപ്പെട്ടു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് 2016 ഏതാണ്ട് 2017 $2.5 ബില്യൺ അമേരിക്കൻ ഡോളർ മുടക്കി റഷ്യയിൽ നിന്ന് S-400 തുർക്കി വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം F-35 തുർക്കിക്ക് കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു അമേരിക്ക. അതിൻ്റെ കാരണം ഈ S-400 F-35 എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധ ശക്തികളാണ്. ഈ S-400 ഉള്ളിടത്ത് ഈ F-35 എന്ത് കാര്യം? കാരണം F-35 തുരത്താനായിട്ട് S-400 സാധിച്ചേക്കാം. കാര്യം സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള സംവിധാനമാണ് ഈ F-35. പക്ഷേ അതിനെ വേട്ടയാടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് S-400. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചൊരു കൂട്ടിൽ വേണ്ട എന്നുള്ളൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ F-35 യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ റജബ് തയ്യബ് എർദോഗാനും ട്രംപുമായിട്ട് സെപ്റ്റംബറിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ F-35 യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് കൊടുക്കാം എന്നുള്ളൊരു ധാരണയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കണ്ടീഷനായിട്ട് വെച്ചേക്കുന്നതാണ് റഷ്യയുടെ S-400 അത് മടക്കി നൽകണം, അല്ലെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കണം. ഇപ്പോൾ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഈ തുർക്കി സ്ഥിരം അമേരിക്കയ്ക്ക് തലവേദനയാണെന്നേ. കാരണം ഈ തുർക്കി ഈ മുസ്ലിം രാഷ്ട്ര കൂട്ടായ്മയുടെ തലവനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക എവിടെയൊക്കെ ഈ മുസ്ലിം ഭീകരവാദത്തെ അതിൻ്റെ പേരിൽ യുദ്ധത്തിനിറങ്ങുന്നോ അവിടെയെല്ലാം ഈ മുസ്ലിം പ്രേമം മൂത്ത് ഈ തുർക്കി സേന അവിടെ ഇവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഫലസ്തീനിലെ ഹമാസിനെതിരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നിലപാടെടുക്കുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന കൂട്ടത്തിലുള്ള ഒരു രാജ്യമാണ് തുർക്കി. അപ്പോൾ ഇങ്ങനെ നാറ്റോ അംഗരാജ്യമായി ഇരിക്കുമ്പോൾ തന്നെ വലിയ തലവേദന അമേരിക്കയ്ക്കും നാറ്റോ സഖ്യരാജ്യങ്ങൾക്കും തുർക്കി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ തുർക്കി ഇപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തുർക്കി സ്വന്തമായിട്ടൊരു 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ പേര് കാൻ എന്നാണ്. അപ്പോൾ ഈ കാൻ അത്രക്കങ്ങ് ഹിറ്റായിട്ടില്ലെങ്കിലും ഈ പറയുന്ന F-35 വരുന്നതോടുകൂടി ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ കോപ്പി അടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ കാൻ എന്ന് പറയുന്ന അവരുടെ സ്വന്തം വിമാന പദ്ധതി അത് വിജയിപ്പിച്ചെടുക്കാൻ ഒരു പക്ഷേ തുർക്കിക്ക് സാധിച്ചേക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നവും കൂടി ഇപ്പോൾ വരികയാണ്. ഈ തുർക്കിയുടെ കയ്യിൽ F-35 വരികയാണെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ തുർക്കി പാകിസ്ഥാന് ചോർത്തി കൊടുക്കുമോ, അല്ലെങ്കിൽ തുർക്കിയുടെ സ്വന്തം ഉൽപ്പന്നമായ കാൻ എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം അത് പാകിസ്ഥാന് കൊടുക്കുമോ? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് തുർക്കി ഒരു തലവേദനയാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ പാകിസ്ഥാന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് തുർക്കിയുടെയും നിലപാട്. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് കരുതേണ്ടത്. ഇതിനിടയിൽ ഈ തുർക്കി റഷ്യ സഹകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റഷ്യയുടെ എണ്ണ വ്യാപാരമുണ്ടല്ലോ, ചൈന, ഇന്ത്യ, തുർക്കി 3ാം സ്ഥാനം തുർക്കിക്കായിരുന്നു. അപ്പോൾ ഈ നാറ്റോ ബന്ധം നിൽക്കുമ്പോൾ തന്നെയാണ് തുർക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ അക്കാര്യത്തിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിലും തുർക്കി വളരെ പിന്നോക്കം പോകും, അല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ തുർക്കിയുമായിട്ട് അമേരിക്ക നേരത്തെ തന്നെയുള്ള ഒരു ബന്ധം അത് വഷളായി തുടങ്ങിയത് വാസ്തവത്തിൽ ഈ റജബ് തയ്യബ് എർദോഗാൻ അവിടെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. കാരണം അദ്ദേഹം ആ ഭരണ പദവിയിൽ എത്തിയതിനു ശേഷം വിദേശ നയത്തിൽ അദ്ദേഹത്തിൻ്റെതായൊരു ഫ്ലേവർ, സ്വതന്ത്രമായ വിദേശ നയം, ഇക്കാര്യമാണ് അദ്ദേഹം പരീക്ഷിച്ച് വിജയിപ്പിച്ചത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് അകന്നത്. നാറ്റോ സഖ്യരാജ്യമായിരിക്കുമ്പോൾ തന്നെയും അവർക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാനും തുർക്കി കാരണമായ സംഗതിയും ഉർദുഗാൻ്റെ ചില നിലപാടുകളാണ്. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ മയപ്പെടുന്നു എന്നുകൂടി വേണമെങ്കിൽ മനസ്സിലാക്കാം. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് പുതിയൊരു ഭീഷണി കൂടി വരുന്നു എന്നുള്ളതും കൂടി ആണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. കാരണം തുർക്കിക്ക് ഈ S-400 അത് ഒഴിവാക്കിയേ തീരും, അമേരിക്കയെ പിണക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ അത് റഷ്യക്ക് മടക്കി കൊടുക്കണം, അത് പ്രായോഗികമല്ല, നടപ്പുള്ള കാര്യമല്ല. ഇത് അമേരിക്കയ്ക്ക് തന്നെ ചിലപ്പോൾ കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാര്യം അവർക്കും ഈ റഷ്യൻ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടാകുമോ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന് കൈമാറുക. ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയുമായിട്ട് വലിയ ചങ്ങാത്തത്തിലായതുകൊണ്ട് അക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ എതിർപ്പുണ്ടാകാനും സാധ്യതയില്ല. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ റഷ്യയുടെ അഭിമാനമായ S-400 അവിടെ ഈ കിടന്ന് തുരുമ്പെടുക്കട്ടെ എന്ന് തുർക്കി തീരുമാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് ആക്രി വിലയ്ക്ക് തൂക്കി വെക്കുക എന്നുള്ള പരിപാടിയിലേക്ക് തുർക്കി എത്താനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ പുതിയ സംഭവ വികാസം, പുതിയ ഡെവലപ്മെൻറ്റ് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്.